إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുകയും നമുക്ക് വേണ്ടതെല്ലാം യഥാസമയത്ത് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അൽ ഖാലിഖായ അർ റബ്ബായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന കർമ്മങ്ങൾ ചെയ്ത് മുസ്ലിമായി മരണപ്പെട്ടു പോകുന്ന നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മൾ എണ്ണി തിട്ടപ്പെടുത്താൻ കണക്കാക്കിയാൽ നമ്മളെ കൊണ്ടതിന് സാധിക്കുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അതായത് അള്ളാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ എന്നുള്ളത് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയുമാണ്. അതിലെ ഏറ്റവും വലിയ നിഅമത്ത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിദായത്ത് കിട്ടി എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, അത് നിലനിർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയുടെ മുഴുവനും പരിശുദ്ധ ഖുർആനിലൂടെ ജീവിതം എന്താണ്, അതിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണം എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. പരലോകത്തെ വിശേഷിപ്പിച്ചതിന് ശേഷം, പരിചയപ്പെടുത്തിയതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്തെക്കുറിച്ച്, ദുനിയാവിനെക്കുറിച്ച് പറഞ്ഞു. ഇത് കേവലം കബളിപ്പിക്കുന്ന ഒരു വസ്തു അല്ലാതെ മറ്റൊന്നുമല്ല. ഇതൊക്കെയും നമുക്ക് പഠിപ്പിച്ചു തന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. സഹോദരങ്ങളെ, നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള ഒരു കാര്യം, ഒരു ഹാജത്തായിട്ടുള്ള ഒരു വിഷയം നമുക്ക് ചെയ്തു തന്ന ഒരു വ്യക്തിയോട് വളരെയധികം ഒരു സ്നേഹവും ഒരു ബഹുമാനമൊക്കെ ഉണ്ടാകുന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഉദാഹരണത്തിന്, നമുക്കൊരു ജോലി വേണം. ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ഒരു മനുഷ്യൻ്റെ അടുത്ത് നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ജോലി കിട്ടുള്ളൂ. എങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നമ്മൾ സ്നേഹത്തോടു കൂടി, ആദരവോടു കൂടി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്യും. അതിനുശേഷം ആ ജോലി, അയാളുടെ റെക്കമെൻഡേഷൻ കൊണ്ട് നമുക്ക് ആ ജോലി കിട്ടിയാൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പഠനത്തിൻ്റെ സീറ്റ് കിട്ടിയാൽ, ആ വ്യക്തിയോട് നമുക്കുണ്ടാകുന്ന പ്രത്യേക ഒരു സ്നേഹവും ഒരു ആദരവുമുണ്ട്. എങ്കിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മൾ എത്രത്തോളം കടപ്പാടുള്ളവരാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്
ഹിദായത്ത് എന്ന് പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകരെ സ്നേഹിക്കുക എന്നുള്ളത് അതിൻ്റെ വിധി എന്താണ്? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം പിതാവിനേക്കാളും സ്വന്തം സന്താനത്തെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളുടെയും വിശ്വാസം പൂർണ്ണമാവുകയില്ല എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം സ്നേഹിക്കണം? സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ, പ്രവാചകരെ അങ്ങ് പറയുക, ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നു, സ്വന്തം മാതാപിതാക്കളെക്കാളും പ്രവാചകനെ നമ്മൾ ഇഷ്ടപ്പെടണം, സ്വന്തം ഇണയെക്കാളും നമ്മൾ പ്രവാചകനെ ഇഷ്ടപ്പെടണം, സ്വന്തം മക്കളെക്കാളും നമ്മൾ ഇഷ്ടപ്പെടണം പ്രവാചകരെ, സ്വന്തം സഹോദരങ്ങളെക്കാളും ആ പ്രവാചകനെ നമ്മൾ ഇഷ്ടപ്പെടണം, സ്വന്തം വീടിനേക്കാളും നമ്മൾ ലാഭമോ നഷ്ടമോ നമ്മൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന കച്ചവടത്തെക്കാളും നമ്മൾ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടണം. നമ്മുടെ ബിസിനസ്സിനേക്കാളും അള്ളാഹുവിൻ്റെ പ്രവാചകനെ നമ്മൾ ഇഷ്ടപ്പെടണം. നമ്മുടെ കുടുംബത്തെക്കാളും നമ്മൾ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടണം. നമ്മുടെ സമ്പത്തിനേക്കാളും വെൽത്തിനേക്കാളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് വന്നിട്ട് പറയുകയാണ്, പ്രവാചകരെ, എൻ്റെ സ്വന്തം നഫ്സിനെ കഴിഞ്ഞാൽ എനിക്കേറ്റവും പ്രിയങ്കരം പ്രവാചകരെ അങ്ങയെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ പ്രവാചകർ തിരുത്തി കൊടുക്കുകയാണല്ല, അങ്ങനല്ല. വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അഥവാ അല്ലാഹുവാണ് സത്യം. ഹത്താ അകൂന അഹബ്ബ ഇലൈക് മിൻ നഫ്സിക്, നിന്റെ നഫ്സിനെക്കാളും നീ എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ സത്യവിശ്വാസം പൂർണ്ണമാവുകയില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ തിരിച്ചു പറയുകയാണ്, പ്രവാചകരെ, എങ്കിൽ ഞാൻ എന്നെക്കാളും അങ്ങയെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ആന യാ ഉമർ, ഉമറേ, ഇപ്പോഴാണത് പൂർത്തീകരിച്ചത്, ആ വാജിബ് പൂർത്തീകരിച്ചത് അപ്പോഴാണെന്നുള്ളത്. പ്രിയങ്കരമായിട്ടുള്ള എൻ്റെ സത്യവിശ്വാസി സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കുക, നമ്മളെക്കാളും നമ്മൾ ഇഷ്ടപ്പെടണം നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വാജിബാണ് എന്നാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് അറിയിച്ചു തരുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറയുന്നുണ്ട്, സലാസുൻ, 3 കാര്യങ്ങൾ, മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. ഈ 3 കാര്യങ്ങൾ ഏതൊരാളുടെയും ജീവിതത്തിലുണ്ടോ അങ്ങനെയുള്ള മനുഷ്യൻ ഈമാനിൻ്റെ ഹലാവത്ത്, മാധുര്യം ആസ്വദിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 3 കാര്യങ്ങളിൽ ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, മറ്റുള്ളവരെക്കാളൊക്കെയും അള്ളാഹുവും റസൂലുമായിരിക്കും ആ മനുഷ്യനിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ എന്നുള്ളതാണ്. അള്ളാഹു അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചക അധ്യാപനങ്ങളെ നെഞ്ചോട് ചേർത്ത സ്വഹാബത്തിൻ്റെ ജീവിതം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. സ്വന്തം ദേഹങ്ങളെക്കാളും സ്വന്തം സമ്പത്തിനേക്കാളും സ്വന്തം ജീവനേക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്നേഹിച്ചു. അതിൽ ചില സ്വഹാബത്ത് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷ കവചമൊരുക്കുന്നതായി നമ്മൾ പഠിച്ചതാണ്. ഹിജ്റ വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ 4 വശത്തുകൂടെയും മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ശത്രുവിൻ്റെ ആക്രമണം ഏത് ദിശയിൽ നിന്നാണ് വരിക എന്നുള്ളതിൽ ഒരു പിടുത്തവുമില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 4 ഭാഗത്തുകൂടെയും ചുറ്റി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറി മാറി നടന്നിട്ടുണ്ട്. അവിടെ അദ്ദേഹത്തിനെ സ്വന്തം നഫ്സിനേക്കാളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു അവിടെ പ്രാധാന്യം എന്ന് നമുക്ക് കാണാൻ കഴിയും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാം. ശത്രുക്കൾ കൊല്ലുമെന്നറിഞ്ഞിട്ടും ഹിജ്റ പോകുന്ന വേളയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ ശത്രുക്കളെ കബളിപ്പിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു കിടന്നിട്ടുണ്ട്. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഒരുപാട് കേട്ടവരാണ് നമ്മൾ. ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ
മുസ്ലിം സൈന്യം പരാജയം ഉറപ്പായ ആ ഒരു സമയത്ത് സ്വന്തം ജീവൻ പണയം വെച്ചിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ത്വൽഹ റളിയല്ലാഹു അൻഹു സംരക്ഷിച്ചത് എന്ന് ചരിത്രം ഒരു പാഠമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു ആ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ. കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉഹുദിന്റെ യുദ്ധം കഴിഞ്ഞപ്പോൾ 80ഓളം വെട്ടും കുത്തുകളുമായിരുന്നു പ്രവാചകനെ സംരക്ഷിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, ഈ ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ബദർ നടക്കുമ്പോൾ പ്രവാചകന്റെ കൂടെ ഒരല്പം അനുയായികൾ ഉണ്ടായപ്പോൾ ആ നിരയിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. എനിക്കറിയോ? അതുമില്ല. ഉഹുദിന്റെ സമയത്ത് ഒരു പരാജയം നേരിട്ടപ്പോൾ ആ കുറച്ച് ആളുകളുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം, അതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഖന്തക്കിന്റെ സമയത്ത് വയറ്റിൽ വിശപ്പ് താങ്ങാൻ കഴിയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് സ്വഹാബത്തിന്റെ കൂടെ കിടങ്ങു കുടിക്കുന്ന പ്രവാചകരെ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, അതിനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. ചൂടുകാലത്ത് മുനാഫിക്കുകൾ ചോദിച്ചില്ലേ, തബൂക്കിലേക്ക് പ്രവാചകനും സ്വഹാബത്തും പോകുമ്പോ എന്തിനാണ് ഈ ചൂടുകാലത്ത് ഈ ചൂട് സഹിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് എന്ന് മുനാഫിക്കുകൾ ചോദിച്ച ആ തബൂക്കിന്റെ വേളയില്ലേ, ആ തബൂക്കിൽ പ്രവാചകരുടെ കൂടെ ഷഹീദാകാനുള്ള, ജിഹാദിനുള്ള ആ ഒരു ഭാഗ്യം സഹോദരങ്ങളെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി അത് കിട്ടുമോ? അതുമില്ല. അപ്പൊ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വിശ്വാസിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം വേണം. എന്നാൽ എങ്ങനെയായിരിക്കണം ആ സ്നേഹം? അതാണ് വിഷയം. സ്നേഹിക്കണം എന്നുള്ളത് വാജിബാണ്. എങ്ങനെങ്കിലും സ്നേഹിച്ചാൽ മതിയോ? പറ്റൂല. അതിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചക സ്നേഹം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനും നമുക്ക് ചില മാർഗങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിലൊന്നാണ് നേരത്തെ സൂചിപ്പിച്ചത്, അള്ളാഹുവും റസൂലുമായിരിക്കണം മറ്റെന്തിനേക്കാളും നമുക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളത്. നമ്മൾ ചിന്തിച്ചു നോക്കാം. നിസ്കാരത്തിന്റെ സമയത്ത് ജമാഅത്തിന് വേണ്ടി വിളിക്കപ്പെടുന്ന ഹയ്യ അല സ്വലാഹ് എന്ന് വിളിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ ജോലി അവിടെ മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി പള്ളിയിലേക്ക് പോകാൻ നമുക്ക് കഴിയാറുണ്ടോ? അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്നതിന്റെ ഭാഗത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരുടെ തൃപ്തിയെക്കാളും പ്രവാചകന്റെ തൃപ്തി, അതാണോ നമ്മുടെ മുഖ്യമായ അജണ്ട? എങ്കിൽ നമുക്ക് പ്രവാചകനോട് സ്നേഹമുണ്ടെന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മുടെ താടി എന്ന് പറയുന്നത് പലപ്പോഴും മറ്റുള്ളവരുടെ തൃപ്തിക്ക് വേണ്ടി പല കോലങ്കെട്ടലിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ എൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും നിങ്ങളല്ല എനിക്ക് വലുത് എന്ന് പറയാൻ പ്രിയമുള്ളവരെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? താടി വടിച്ചവരെ പ്രയാസപ്പെടുത്തല്ല ചെയ്യുന്നത്, താടി ഇല്ലാത്തവരെ കളിയാക്കല്ല ചെയ്യുന്നത്, മറിച്ചൊരു മനസ്സുക്കുത്തിലേക്ക് നമ്മൾ വരണം. എൻ്റെ ഭാര്യയാണോ താടി വടിക്കാൻ എന്നോട് ആവശ്യപ്പെടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദി വവലദി വന്നാസി അജ്മഈൻ. സ്വന്തം വാപ്പ പറഞ്ഞാൽ പോലും താടി വടിക്കാൻ പാടില്ല എന്ന കാരണം എന്താണെന്നറിയോ? വാപ്പയെക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മളോട് ഔഫുൽ ലിഹാ വഫുൽ ലിഹാ എന്ന് താടി നീട്ടാൻ പഠിപ്പിച്ചത്. ഒരു ഉദാഹരണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒരു ഉദാഹരണം മാത്രം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് എന്ന് പറയുന്നത് വാജിബാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. ആ രൂപത്തിലാണോ നമ്മൾ പുറത്തിറങ്ങുന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കുക. എങ്കിൽ നമുക്ക് പ്രവാചകനോട് ഇഷ്ടമുണ്ടാകും ഇല്ലേ? നമ്മൾ ഒരല്പം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് അളക്കാൻ വേണ്ടിയിട്ടുള്ള 3 കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, ഇതൊരല്പം അതിലൂടെ കേട്ട് ഇതിലൂടെ വിടുക എന്നതിനപ്പുറത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരുത്തൽ ആവശ്യമാണ്. ഖുതുബ എന്ന് പറയുന്ന ഒരു വാളുൻ ഷദീദ, അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനാണ്. ലബിൻ അറബി പറഞ്ഞ പോലെ ഖുതുബ എന്നതാണ്. പ്രിയമുള്ളവർ, ആ നിയ്യത്തിലിരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പരിപൂർണമായും വിശ്വസിക്കാൻ ഒരു വിശ്വാസി ബാധ്യസ്ഥനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാരീരികമായ സ്വഭാവപരമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും റസൂലുമായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളിലും സംശയലേശമന്യേ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ഒരു ബാധ്യതയായി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്നത്. സൂറത്തുൽ ഹുജുറാത്തിലെ 15-ാമത്തെ ആയത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ ഈ പറയുന്ന ആളുകൾ മാത്രമാണ്. എന്താ അവരുടെ പ്രത്യേകത? അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി,
അവർ അള്ളാഹുവിലും അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്നവരാണ്. സുമ്മ ലം യർതാബൂ, അതിനുശേഷം അവർക്കൊരു സംശയം പിടിപാടില്ല. ചില ആയത്ത് കേൾക്കുമ്പോൾ ഈ ആയത്ത് ശരിയില്ല, ചില ഹദീസുകൾ കേൾക്കുമ്പോൾ ഇത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നൊരു സംശയം ഉണ്ടാകൂല എന്നാണ് വിശ്വാസികളെ കുറിച്ച്, മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതാണ് ഒരു സംശയത്തിന്റെ ഒരു പഴുതുപോലും ഇല്ലാത്ത രീതിയിൽ അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചെന്ന കാര്യങ്ങളിൽ പരിപൂർണമായും വിശ്വസിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും പിൻപറ്റാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. പിൻപറ്റുക എന്നുള്ളതിന് അൽ ഇത്തിബാ എന്നാണ് പറയുക. ഇത്തിബാ എന്നാണ് എന്താ? പിൻപറ്റുക എന്നുള്ളത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് എന്താണോ കൽപ്പിച്ചത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുക നമ്മളോട് സൂറത്തുൽ ഹശ്റിലെ 7-ാമത്തെ ആയത്തിലൂടെ നമ്മളോട് പറയാം. മുഅ്മിനീങ്ങളെ, നമ്മളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് എന്താണോ അത് നിങ്ങൾ എടുക്കുക, അതാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വമാ നഹാകും അൻഹു ഫൻതഹു, നിങ്ങളോട് ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ വിലക്കിയത് അതിൽ നിന്നും പരിപൂർണമായും നിങ്ങൾ വിട്ടു നിൽക്കുകയും ചെയ്യുക എന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഏഴാം ആകാശത്തിന്റെ ഉപരിയിൽ നിന്ന് വഹിയിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചനാഥനായ റബ്ബ് നമ്മളോട് കൽപ്പിച്ച ആ കൽപ്പന, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും പിൻപറ്റുക എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആ റസൂലിനെ പിൻപറ്റുന്നവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകുക, പാപമോചനം ചെയ്യുക. സൂറത്തു ആലി ഇംറാനിലെ 31-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, ഖുൽ, പ്രവാചകരെ അങ്ങ് പറയണം, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. മാത്രവുമല്ല, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചെന്ന വിഷയമാണ്. ഇനി ആ റസൂലിനെ പിൻപറ്റുന്നവരുടെ സ്ഥാനം ആരുടെയൊക്കെ കൂടെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. സാലിഹീങ്ങളുടെ കൂടെ അവരുടെ സ്ഥാനം ഉണ്ടാകുക. ശുഹദാക്കളുടെ കൂടെയാണ്, സുദ്ദീഖീങ്ങളുടെ കൂടെയാണ്, അംബിയാ മുർസലുകളുടെ കൂടെയാണ് അവരുടെ സ്ഥാനം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ആ വിഷയത്തിൽ ഒരൽപ്പം ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രവാചക സ്നേഹം. എന്താണ് പ്രവാചക സ്നേഹം എന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ ഒരു മാസം വരുമ്പോൾ, ഒരു ദിവസം വരുമ്പോൾ, അന്ന് പ്രത്യേകമായി ചില പ്രവാചകൻ പഠിപ്പിക്കാത്ത ചില കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് അള്ളാഹിന്റെ റസൂലിനോട് ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾക്കും അള്ളാഹുവിന്റെ റസൂലിനോട് ഇഷ്ടമുണ്ടെന്ന് പറയാൻ വകുപ്പില്ല. കാരണം ഇത് ദീനാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ദീനായി മനസ്സിലാക്കുക, നാട്ടാചാരങ്ങളായി മനസ്സിലാക്കി അതിനെ കഴിയൊഴിയുകയും ചെയ്യുക. അതിനുള്ള ഒരു തൻ്റെടം, റുഷ്ദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് നൽകിയതുപോലെ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയത്തിൽ ഇപ്പോഴോ മുമ്പോ പരിചയമില്ലാത്തത് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ട് എങ്കിൽ ഗഫൂറായ റബ്ബ് അതെല്ലാം പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് ലഭിച്ച നബിയാണ്, മുർസലായിട്ടുള്ള റസൂലുമാണ്. നമ്മൾ മലയാളത്തിൽ പ്രവാചകൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വിവക്ഷയായി പ്രവചനം നടത്തുന്നയാൾ എന്ന ഒരു അല്പഭാഗം കൂടി പരിചയപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. അതായത് ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഉമ്മത്തിൽ നടക്കാനിടയുള്ള എല്ലാ കാര്യങ്ങളും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് പ്രകാരം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
അശ്റാത്തു സാഅ എന്ന് പറഞ്ഞിട്ട് ചില ഉലമാക്കൾ കിതാബ് തന്നെ എഴുതിയിട്ടുണ്ട്. ഈ അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ, അത് ചെറുതുണ്ട് വലുതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ ഒരു വാക്ക് പോലും നമ്മളോട് പറയൂല എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ പറഞ്ഞതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വഹിയായി നൽകിയ ഒരു വിഷയമാണ് ഈ ഉമ്മത്തിൽ ബിദ്അത്ത് അധികരിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിൽ പണിയെടുക്കുന്ന ആളുകളാണ് എങ്കിലും, 5 നേരം പള്ളിയിൽ കൃത്യമായി വരുന്ന ആളുകളാണ് എങ്കിലും, ഏത് ജോലി ചെയ്യുന്ന ഏത് പ്രൊഫഷനായിട്ടുള്ള ആളുകളാണ് എങ്കിലും, അവരൊക്കെയും ഒരുമിച്ച് കൂടുന്ന വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയായിട്ടുള്ള ജുമുഅ ദിവസം ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്ന വിലക്കിയ ഗൗരവം നമ്മളോട് വാണി ചെയ്ത ഒരു വിഷയമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇന്ന് പോലും ഖുതുബയിൽ ആദ്യം നമ്മളത് കേട്ടു, ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും അത് ളലാലത്താണ്. വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും അത് വഴികേടാണ്. അപ്പോൾ ചില ആളുകൾ പറയും, ഇന്ന ബിദ്അത്ത് അത് നല്ലതല്ലേ, ഇത് നല്ലതല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണോ ആ പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാണോ നമ്മൾക്ക് ഏറ്റവും വലുത്? കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കി, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യം ഒരു ഭാഗത്തുണ്ടായിരിക്കെ, പ്രിയമുള്ളവരെ, ഈ ലോകത്തുള്ള മുഴുവൻ വ്യക്തികളും ഇതല്ല ശരി, പ്രവാചകൻ പറയുന്നതിന് ഇന്ന ലൂപ്പ് ഹോളുകൾ ഉണ്ട് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട്, ഇത് ശരിയല്ല എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട്, പ്രവാചകൻ പറഞ്ഞത് പൂർണ്ണമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന ബിദ്അത്തൊക്കെ നല്ലതാണ് എന്ന് ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പരിചയപ്പെടുത്തിയ വിഷയമാണ്. ആരെങ്കിലും പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത് കൊണ്ടുവന്നില്ലെങ്കിലും ദീനിൽ ഇന്ന കാര്യങ്ങളൊക്കെ പുതിയതാണ് എങ്കിലും അതൊക്കെ നല്ലതാണെന്നും കൂലി കിട്ടുന്ന കാര്യമാണെന്നും നാളെ പടച്ചോനേക്കൽ നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണെന്നൊക്കെ ഒരാൾ വിശ്വസിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ബിദ്അത്ത് ഒരാൾ കൊണ്ടാടി കഴിഞ്ഞാൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. അയാളെന്താ വാദിച്ചുകൊണ്ടിരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ട്. എത്ര സുന്ദരമാണ് വിഷയം, ഒന്ന് പഠിച്ചു നോക്കി. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അന്ന് മതം പൂർത്തിയാക്കി തന്നു. സഹോദരങ്ങളെ, എന്തൊക്കെ കാട്ടിക്കൂട്ടലാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു ആഴ്ചകളിൽ നടക്കുന്നത്. പല സ്ഥലങ്ങളിലും പുതിയ പുതിയ ആചാരങ്ങൾ വീണ്ടും വീണ്ടും കടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെയും അവരുടേതായ ന്യായങ്ങൾ പറയാനുണ്ടാകും. വിശുദ്ധ ഖുർആനിൽ ഇന്ന ആയത്തിൽ നിഅമത്താണ് റസൂൽ എന്ന് പഠിപ്പിച്ചിട്ടില്ലേ, ഇത് നിഅമത്താണ് നിങ്ങൾ സന്തോഷിക്കണം എന്ന് പഠിപ്പിച്ചിട്ടില്ലേ എന്നൊക്കെ പറയും. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ കാണല്ലോ ഈ ആയത്തുകളൊക്കെ ഇറങ്ങിയത്. ഈ ആയത്ത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞോ, നിങ്ങൾ മീലാദ് ആഘോഷിച്ചോളിയെന്ന്? താബീങ്ങൾ ഓൽക്കിത് അറിയോ ഈ വിഷയം? താബീങ്ങൾക്ക് ഈ വിഷയം അറിയോ? ഇത് ഏതുപോലെയാണെന്നറിയോ? പ്രിയമുള്ളവരെ, നമ്മളെ ഈ കണ്ണഞ്ചിപ്പിക്കാനുള്ള ഒരു വിഷയമാണ് ഈ കമ്മട്ടിക്കളി എന്നൊക്കെ പറയും. ഓരോ കണ്ണഞ്ചിപ്പിക്കുന്ന ഓരോ ടാക്ടിക്സുകളാണെന്ത് ഈ വിഷയത്തിന്. മൗലീദ് ആഘോഷത്തിന് പരിശുദ്ധ ഖുർആനിൽ ഇന്ന സൂറത്തിൽ ഇന്ന ആയത്തിന് തെളിവുണ്ടെന്ന് പറയല്. ഇത് ഏതുപോലെയാണെന്നറിയോ? എക്സ് മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിൽ കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. സൂറത്തുൽ അൻഫാലിൽ ഇത്രാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട് ശത്രുക്കളെ മുഴുവൻ കണ്ടർത്ത് വെച്ച് കൊല്ലണം. അപ്പം അമുസ്ലിങ്ങളെ മൊത്തം കൊല്ലണം എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് എന്ന്? അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് അമുസ്ലിങ്ങൾ എക്സ് മുസ്ലിങ്ങൾ പറയുന്നത് പോലെയാണ്. പ്രിയമുള്ളവരെ, ഏതെങ്കിലും ഒരു ആയത്തെടുത്ത് അതിൻ്റെ അർത്ഥം ഇങ്ങനെ നോക്കുക, നിഅമത്താണ്, നിഅമത്ത് നിങ്ങൾ സന്തോഷിക്കണം. എന്നിട്ട് വേറൊരു ആയത്ത് നോക്കുകയാണ്, നിഅമത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഓലങ്ങ് വെക്കുകയാണ്. ഒറ്റ വാക്ക്, ഒരേ ഒരു വാക്ക് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. നമ്മൾക്ക് അള്ളാഹും റസൂലുമാണോ വലുത്, അതല്ല അതിനേക്കാളും അപ്പുറത്ത് നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള മറ്റാരെങ്കിലുമാണോ എന്നുള്ളത്. പ്രിയപ്പെട്ടവർ, ഇതൊരു കുറ്റപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് പറയല്ല, മറിച്ചത് തൗബ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഒരു വിഷയമാണെന്ത്? ബിദ്അത്ത് കൈവടിയാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൗബ സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ചെയ്ത എല്ലാ തിന്മകളും അള്ളാഹുവിനോട് മാപ്പപേക്ഷിച്ചുകൊണ്ട് പടച്ചോനിലേക്ക് മടങ്ങാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് തൗബ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹ്.
ഒരു തെറ്റിൽ നിന്നൊരാൾ തൗബ തേടിക്കഴിഞ്ഞാൽ അയാൾ ആ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മുമ്പൊരാൾ ഒരുപാട് പലിശയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. പലിശ എത്ര ഹറാമാണ്, എത്ര ഗൗരവമാണെന്നൊക്കെ അറിയാം. അയാൾക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം ആ പലിശ അയാൾ ഒഴിവാക്കി. എന്നിട്ട് തൗബ തേടി പടച്ചവനോട്. എങ്കിൽ ആ തൗബ അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ആ മനുഷ്യൻ പലിശ തൊടാത്തവനെ പോലെയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. ഒരാൾ കള്ളുകൂടിയും അതേപോലെ തന്നെ ഡ്രഗും വ്യഭിചാരവും മറ്റു അനാവശ്യ മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നൊരു വ്യക്തിയാണ്. അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, കൂട്ടുകെട്ടായിരിക്കാം, സാഹചര്യമായിരിക്കാം. അത് തിന്മയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അയാൾ ആ തിന്മ നിർത്തി തൗബ തേടി അള്ളാഹു ആ തൗബ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അയാൾ മദ്യപാനി അല്ലാത്തവനായിട്ടാണ് പിന്നീട് പടച്ചോന്റെ കിതാബിലുള്ളത്. സുബ്ഹാനല്ലാഹ്. ആ തൗബ ഒരു വ്യക്തിക്ക് പടച്ചോനോട് തൗബ തടഞ്ഞു വെക്കും, അത് സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണമെന്നുണ്ടെങ്കിൽ എത്ര ഗൗരവമായിരിക്കും വിഷയം. സ്വഹാബത്തിൽ പലരും ഈ വിഷയത്തെ വളരെ ഗൗരവപൂർവ്വം നോക്കിക്കണ്ടു. പ്രിയമുള്ളവരെ, താബിഈങ്ങളുടെ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ വിദ്അത്തിന്റെ ഒരുപാട് പുതിയ പുതിയ നാമ്പുകൾ മുളവിട്ട് വന്ന സമയത്ത് സ്വഹാബത്തിൽ മൂത്ത ആളുകൾ, മുതിർന്നവർ പല സ്വഹാബത്തും അവിടെ ഉണ്ടായിരുന്നു. അവർ പലരും പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഇന്ന സംഗതി ഇത് ദീനല്ലട്ടോ, ഇത് നിങ്ങൾ ഒഴിവാക്കണം, ഈ സംഗതി ഇത് വിദ്അത്താണ്, ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. വിദ്അത്തിന്റെ കക്ഷികൾ ഖവാരിജികൾ വന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാത്തുക്കളായിട്ടുള്ള സ്വഹാബത്ത് ആ വിദ്അത്തിനെതിരെ ശക്തമായി പടപൊരുതി. ഷിയാക്കൾക്കെതിരെ സ്വഹാബത്ത് പടപൊരുതി. അതും വിദ്അത്താണ് എന്ന് അവർക്ക് കൃത്യമായി ബോധ്യമുള്ള സംഗതിയായിരുന്നു. മുഅ്തസിലിയാക്കളും ജഹ്മുകളും ഒക്കെ വന്ന സമയത്തും താബിഈങ്ങളിലെ വലിയ പ്രമുഖരായിട്ടുള്ള പണ്ഡിതന്മാർ അവർക്കെതിരെ കിതാബുകൾ പോലും രചിച്ചത് ഇന്ന് നമ്മളൊന്ന് സെർച്ച് ചെയ്തൊക്കെ കാണാൻ കഴിയും. എന്തിനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നീ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദിക്റുകൾ അവർ എണ്ണിക്കണക്കാക്കാൻ വേണ്ടി കല്ലുകൾ ഇങ്ങനെ ഉപയോഗിച്ച്, ഒന്ന് സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ ഒരു കല്ലിങ്ങനെ വെക്കും, രണ്ടാമത്തെ സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ ഒരു കല്ലിങ്ങനെ വെക്കും, എണ്ണി തിട്ടപ്പെടുത്താൻ കണക്കാക്കാൻ വേണ്ടിയിട്ടാ. സ്വഹാബത്ത് അവിടെ പോലും കർശനമായ നിലപാട് അവർ സ്വീകരിച്ചു. ഇത് പാടില്ല എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലേക്ക് പുതിയൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്. പ്രവാചകനോടുള്ള ഒരാളുടെ സ്നേഹം ആത്മാർത്ഥമാണ് എങ്കിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ നമ്മൾ ആ പ്രവാചകനെ അനുസരിക്കാനും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ജീവിക്കാനും നമ്മൾ ശ്രമിക്കും. പ്രവാചകനെ പിൻപറ്റാൻ നമ്മൾ ശ്രമിക്കും. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ളവരോട് പുഞ്ചിരിയോടുകൂടി ചിരിച്ചുകൊണ്ടായിരുന്നു മറ്റുള്ളവരെ വരവേറ്റത് എന്ന് കേട്ടതിന് ശേഷം ആ പുഞ്ചിരി നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കിയവരാണ് നമ്മൾ. വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാരെ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നെര്യാണിക്ക് താഴേക്ക് പേന്റിടാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ സൊസൈറ്റി എന്ത് വിചാരിക്കും, ചങ്ങായിമാരെന്ത് വിചാരിക്കും, കുടുംബക്കാർ കളിയാക്കോ എന്നൊന്നും വിചാരിക്കാതെ ആ പേന്റ് അവിടെ വെച്ച് കട്ട് ചെയ്ത് മുറിച്ചടിച്ച ആളുകളാണ് നമ്മൾ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടും നാളെ പടച്ചോന്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് വെറുതെ ആയി എന്നുള്ളൊരു തോന്നൽ വരാതിരിക്കാനാണ് പ്രിയമുള്ളവരെ ഈ വിദേഹത്തിനെതിരെ, ഈ അധാർമികതക്കെതിരെ, ഈ തിന്മക്കെതിരെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉറപ്പാണ് ഇവിടെയുള്ള ബഹുഭൂരിപക്ഷ ആളുകൾ ഇത് ചെയ്യൂല എന്നറിയാം. എന്നാലും ചില ആളുകൾ ചോദിക്കുന്നതാണോ, എന്നാലും അതിൻ്റെ ഭക്ഷണം കഴിച്ച പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഈ ഓണത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, ക്രിസ്മസിൻ്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ്. എന്തിനാ? ഓരോരുള്ള വൈകാര്യം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ വിദ്വേഷം കൊണ്ടോ അല്ല, അത് നമ്മുടെ വിശ്വാസവുമായി വ്യതിരക്തമായി നിൽക്കുന്നതാണ്. നമ്മുടെ വിശ്വാസവുമായി വ്യതിരക്തമായി നിൽക്കുന്ന ഒരു വിഷയം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കൂല. എന്താ ഇത്ര ഇതിങ്ങനെ തെളിയാത്തൊരു വിഷയപ്പത്? ഇത്രയോ കാലങ്ങളെ നമ്മൾ അറിയുന്നൊരു വിഷയമല്ലേ? ആ ഓണം ആഘോഷിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ അയാൾ വേറൊരു കല്യാണമോ കുടുംബമോ എന്തെങ്കിലും ഒരു കാര്യം സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിലേക്ക് നമ്മൾ പോകുന്നതിനൊരു പ്രശ്നമില്ല. ദീൻ നമ്മളെ തടയുന്നില്ലല്ലോ വിഷയം. നമ്മുടെ അയൽവാസിനി, അവർ ഹൈന്ദവനാകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ ഏതോ മതവിഭാഗത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, മതം ഇല്ലാത്ത ആളായിക്കോട്ടെ, ഓനൊരു രോഗം വന്നു കഴിഞ്ഞാൽ ഓനെ പരിചരിക്കാൻ നമ്മൾ പോകണമെന്നാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്നത്. ഓൻ പട്ടിണി കിടക്കുമ്പോൾ വയറേറെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്. അതേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹു മിൻഹും.
ഏതെങ്കിലും ഒരു പ്രത്യേക കൗമിൻ്റെ ഒരു ആചാരം ഒരാളിങ്ങനെ പിൻപറ്റുകയാണെങ്കിൽ ഓര് പൊട്ടവരാണെന്ന്. പ്രിയമുള്ളവരെ, എത്ര ഗൗരവമാണ് ഈ വിഷയം. നമ്മളൊക്കെ ആഗവത്തോടു കൂടി കാണുന്ന ഒരു സംഗതി എന്താ അറിയോ? പെരുന്നാൾ വരുമ്പം അതിൽ ഏറ്റവും മുമ്പന്തിലാരാ? മുസ്ലിങ്ങളാണ്. അത് നമ്മൾ ആചാരാണെന്നെങ്കിലും വിചാരിക്കാം. ഓണം വരുന്നവരെ ഏറ്റവും മുമ്പന്തിലാരാ? സെറ്റ് സാരി ഏറ്റവും കൂടുതൽ എടുക്കാറാ? നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇതൊരു വിദ്വേഷത്തിൻ്റെ ഭാഗമായിട്ട് പറയല്ല, ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാം. കാരണം ഈ ദുനിയാവ് അവസാനിക്കുന്ന ഒരു മൗത്ത് ഇങ്ങനെ പിടിക്കപ്പെടുന്നതോടുകൂടി ഖലാസ്, ഇതെല്ലാം കഴിഞ്ഞ് യു ഓൺലി ലിവ് വൺസ്, ഈ ലോകത്ത് ഈ ഒറ്റവട്ടേ ജീവിക്കുള്ളൂ, മരണത്തിന് ശേഷം ഒരു ജീവിതം ഇല്ല എന്നൊരു കാഴ്ചപ്പാടിലായിരുന്നു നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമുക്ക് കള്ളു കുടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, ആരും ചോദിക്കൂല. ചോദിച്ചാൽ തന്നെ ഓനെന്താ, നമുക്ക് ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ, ലൈഫ് കളറാക്കാനുള്ളല്ലേ എന്ന് നമുക്ക് ഓനോട് തിരിച്ചു പറയാം. പെണ്ണ് പിടിച്ച് നടന്ന് കൂത്താടി നടക്കുന്നത്, തോന്നിയാസിയായി നടക്കുന്നതിന് എന്താ പ്രശ്നം? ഒരു കുഴപ്പമില്ലല്ലോ, ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ നമുക്ക് പറയാലോ. എന്തേ അത് ചെയ്യാത്ത? പാമ്പിനെ തിന്നൂടെ, എന്താ കുഴപ്പം? ആര് ചോദിച്ചാൽ എന്താ? അവനോട് പറഞ്ഞാൽ പോരെ, നമ്മൾ ഒറ്റ ജീവിതമേ ഉള്ളൂ, കളറാക്കാനുള്ളത് പറഞ്ഞാൽ പോരെ. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്താ? മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗൈബിൽ വിശ്വസിക്കുന്നവനാണ്, അദൃശ്യമായത് വിശ്വസിക്കുന്നവനാണ്. അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ എന്നാ കുഫാറുകൾ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടുനിർത്തി പടച്ചോനുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ. പരലോകമുണ്ട്, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ഖബറിൽ രക്ഷയും ശിക്ഷയുണ്ട് എന്നുള്ളത് ആയത്തും ഹദീസും ഓതിയിട്ട് മനുഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്കാരെ നമ്മൾ. ഇത് അതേ നമ്മളെ മറ്റോടെ കൗമിൻ്റെ കൂടെ ആഘോഷത്തിന് കൂടാണ്. അതാ പറഞ്ഞത്, നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ലക്കും ദീനുക്കും വലിയ ദീൻ. ദീനിന്റെ വിഷയം വരുമ്പോൾ അമ്പലത്തിൽ പോയി തോയാൻ നമ്മൾ നിൽക്കണ്ട, ഇങ്ങോട്ട് വന്ന് നിസ്കരിക്കാൻ നമ്മൾ നിർബന്ധിക്കണ്ട. അതാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ. ഒരു കോര ദീൻ നമുക്ക് അമ്മൽ ദീന്. ദീനിന്റെ വിഷയത്തിൽ അങ്ങനെ എന്നാ ഫ്രണ്ട്ഷിപ്പിന് പ്രശ്നമുണ്ടോ? നമ്മളെ അയൽവാസികളായി നിൽപ്പിക്കുന്ന ഒരു പ്രശ്നമുണ്ടോ? ഇല്ല, ഒരു കുഴപ്പമില്ല. ഓലെ വീട്ടിലൊരു കല്യാണം വന്നു, ഒരു പ്രയാസം വന്നു, അവിടെ നമ്മളുണ്ടാവും കൂടെ. എന്നാൽ ഒരു ആചാരം വരുമ്പോൾ, മതപരമായ ആചാരം വരുമ്പോൾ നമ്മൾ അവനോട് പറയും, ഇത് വിശ്വാസത്തിനെതിരാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഉണ്ടാവില്ല. പ്രിയമുള്ളവരെ, അത് ഓർക്കുണ്ടായി ഈമാൻ, നമ്മക്കാ ഇല്ലാത്തത്. ശബരിമലയിലേക്ക് പോകുമ്പോൾ അയ്യപ്പ ഭക്തരായിട്ടുള്ള വ്യക്തികൾ നമ്മുടെ സഹോദരൻ ഓലെ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കൂല. കാരണം എന്താ? ഓല് പറയും, നമുക്ക് ഇപ്പം ഇന്ന മാസമാണ്, മണ്ഡല മാസമാണ്, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചോളാം. സ്നേഹത്തോടെ ഓല് പറയും, ഓലെ വിശ്വാസം പറയും, ലക്കും ദീനുക്കും വലിയതും ഇങ്ങോട്ട് പറയും. അപ്പം നമ്മളോ അത് കൈയോടെ സ്വീകരിക്കും. ഓക്കെ, നിങ്ങളെ വീട്ടിൽ നിന്ന് കഴിച്ചോളി എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഓടുമ്പോൾ അവിടെ ആർക്കും ഒരു വെറുപ്പില്ല, വിദ്വേഷമില്ല, ഒന്നുമില്ല. ഇതൊന്ന് നേരെ തിരിച്ചു പറഞ്ഞാലോ, നമ്മളെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വിശ്വാസത്തെ ബാധിക്കുന്ന, ഹനിക്കുന്ന ഒരു വിശ്വാസവുമായി ഒരു കുട്ടി നമ്മളെ കയ്യിലേക്ക് ഒരു സാധനം കൊണ്ടുതരുമ്പോൾ ഓനോട് ഇത് മീലാദ് ആഘോഷത്തിൻ്റെ ഫുഡ് പോലും നമുക്ക് കഴിക്കാൻ പറ്റൂല, പിന്നല്ലേ ഓണത്തിന് ക്രിസ്മസിൻ്റെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, ഇത് വിദ്വേഷത്തിൻ്റെ ഭാഗമല്ല, ഇത് വെറുപ്പിൻ്റെ ഭാഗമല്ല, ഇത് നമ്മുടെ ദീനാണ്. ആ ദീനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടടക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മദീനയിൽ ജീവിക്കുന്ന സമയത്ത് അവിടെ അമുസ്ലിങ്ങളായിട്ടുള്ള വ്യക്തികളുണ്ട്. പ്രവാചകൻ അവരെ സഹായിച്ച ഒട്ടേറെ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഓരോ കൂടെ കട്ടക്ക് നിന്ന കുറേ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവരുടെ ആചാരങ്ങൾ, ഇതിനേക്കാളും വലിയ ആചാരങ്ങളൊക്കെ കഴിഞ്ഞുപോയാലോ ഓലും. ജൂതന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഓൽക്ക് വെറൈറ്റി കുറേ ആചാരങ്ങളുണ്ട്. അതിലൊന്നും റസൂലുള്ളാഹി സ്വഹാബത്തും തീയിട്ടില്ല, ഓരെ കൂടെ കൂടിയിട്ടില്ല. അതൊരു പ്രിയമുള്ളവരെ, ദീനായി മനസ്സിലാക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തൊള്ളോണ്ട് പറയാതെ ജീവിതത്തിലൂടെ അത് മറ്റുള്ളവർക്ക് മാർഗ്ഗദീപമായി കാണിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ, സ്വഹാബത്തിന്റെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, അംബിയ മുർസലുകളുടെ കൂടെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരുമിച്ച് കൂടാൻ വലിയ തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും കൂടുതലായി പഠിക്കാനും കൃത്യമായ പഠനത്തിലൂടെ ഈ ശരിയായ ദീന് മനസ്സിലാക്കി അതിൽ അടിയുറച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വലുതും ചെറുതുമായ തെറ്റുമുറ്റങ്ങളും അപാകതകളും വന്നു പോയിട്ടുള്ളവരായിരിക്കും ഒരു പക്ഷേ. ഗഫൂറായ റബ്ബ് അതെല്ലാം പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ഗഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد والحمد لله رب العالمين.